യഹ്യ ഇബ്നു കസീർ എന്നവർ അവരുടെ ദുആ തന്നെ ഉദ്ധരിക്കുകയും ചെയ്തു. അല്ലാഹുമ്മ സല്ലിംനാ റമളാൻ വസല്ലിം റമളാന ലനാ വതസല്ലംഹു മിന്നാ മുതഖബ്ബല. ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു മുൻഗാമികൾ. 6 മാസം ഇങ്ങനെ ഒരു നോമ്പ് വന്നു കിട്ടാൻ. ഇബ്രാഹിം ഇബ്നു ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അന്നൊരിക്കെ ഒരുപാട് കാലം നോമ്പെടുത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു, റബ്ബേ ഒരു നോമ്പുകാരനായി മരിക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണമേ. നോമ്പുകാരനായിട്ട് മരിക്കാൻ തൗഫീഖ്. ഇബ്രാഹിം ഇബ്നു ഹാനി തങ്ങൾ അങ്ങനെ രോഗശയ്യയിൽ മരണത്തോട് മുഖാമുഖം കാണുന്ന നേരത്ത് മഹാനവറുകളുടെ മുമ്പിലേക്ക് മോൻ തൊണ്ട വരണ്ടത് കണ്ടപ്പോ ഉപ്പയോട് നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞു. ഇല്ല മോനെ, നോമ്പ് മുറിക്കുന്നില്ല, പാപ്പാക്ക് നോമ്പ് മുറിക്കാൻ കഴിയില്ല. സൂര്യൻ അസ്തമിച്ചോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഉപ്പ, സൂര്യൻ അസ്തമിച്ചിട്ടില്ല. പറഞ്ഞു മോനെ, ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഈ ദിവസത്തിന് വേണ്ടിയല്ലേ അധ്വാനിക്കുന്നവരൊക്കെ അധ്വാനിക്കേണ്ടത്. പട്ടിണി കടന്ന് നോമ്പ് നോച്ച് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകാനുള്ള സൗഭാഗ്യത്തിന് എത്ര കാലമായി മോനെ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ ഒരു അവസരം അള്ളാഹു നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നോമ്പുകാരനായിട്ട് തന്നെ എനിക്ക് മരിക്കണം. എനിക്ക് നോമ്പ് മുറിക്കുന്ന സമയത്തിന് മുമ്പ് വെള്ളം തരല്ലേ. വായ ചുണ്ടുകൾ അടക്കി പിടിച്ചു വെള്ളം കുടിച്ചില്ല എന്നാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തോട് വിട പറയുന്നത് മഗ്രിബിന്റെ മുമ്പാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവസാനം ഓതിയ ആയത്ത് ഇതായിരുന്നു, ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഇങ്ങനെ മരിക്കാനാണ് അധ്വാനിക്കുന്നവരൊക്കെ അധ്വാനിക്കേണ്ടത്. നോമ്പ് നോറ്റ് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു മരണമാണ്. ഇബാദത്തിലായി മരിക്കുക അതൊരു സൗഭാഗ്യമാണ്. കള്ളുഷാപ്പിൽ കടന്നു മരിക്കുക അതൊരു ദൗർഭാഗ്യമാണ്, അദാബാണ്, അല്ലെങ്കിൽ ശിക്ഷയാണ്. ഒരു മനുഷ്യ തിന്മ ചെയ്തുകൊണ്ടിരിക്കും മരിക്കുക എന്ന് പറയും. മുഅ്മിനീങ്ങളൊക്കെ ചോദിക്കേണ്ടത് അങ്ങനെ, പടച്ചോനെ ഏതായാലും മരണം വരും, നമ്മളിപ്പോൾ എങ്ങനെ ഏതെല്ലാം രീതിയിൽ ജീവിച്ചാലും അള്ളാഹുവിൻ്റെക്ക് നമ്മൾ കീഴടങ്ങേണ്ടവരാണ്. മരണം നിർബന്ധമാണ്. അതിനുശേഷം ഒരു വിചാരണയും ഒരു ലോകവുമുണ്ട്. ആ നേരം നല്ല നിലക്കായി മരിക്കാം, ഒരു ഇബാദത്തിലായിട്ട് മരിക്കാം. 80 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് സൗദി അറേബ്യയിലെ ഒരു സഹോദരി അള്ളാഹുവിലേക്ക് മടങ്ങിയത്. അത്രയും കാലം 80 വയസ്സ് വരെ വഴിവിട്ട് ജീവിച്ചതിന്റെ ശേഷമാണ് അവർക്ക് അള്ളാഹുവിലേക്ക് നടക്കാനുള്ള ആഗ്രഹം തോന്നിയത്. അങ്ങനെ നിസ്കാരമൊക്കെ നന്നായിട്ട് തുടങ്ങി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി കഴിവിന്റെ പരമാവധി ഖളാ വീട്ടുകയും ചെയ്തു. ആ സഹോദരി നിസ്കാരം വലിയ ഇഷ്ടമായിരുന്നു. 80 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷം ഒരു സുജൂദിലേക്ക് പോയതാ. അങ്ങനെ അങ്ങ് ഉറച്ചുപോയി. സുജൂദിന്റെ പൊസിഷനിൽ പിന്നെ എഴുന്നേൽക്കാൻ പറ്റിയില്ല. മോനെ വിളിച്ചു. മോനോടി വന്നു. മോനോട് പറഞ്ഞു, മോനെ ഉമ്മാക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല മോനെ, ഉമ്മയെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. നല്ല ഉമ്മയെ നോക്കുന്ന നല്ല മോനാ. ഉമ്മയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾ എല്ലാം ചെയ്തു നോക്കി, നിവർത്താൻ പറ്റുന്നില്ല. സുജൂദിന്റെ പൊസിഷനിലായിരിക്കുന്ന ആള് ഊരയും കയ്യും കാലും ഒന്നും നിവർത്താൻ പറ്റുന്നില്ല. അങ്ങനെയാണ്. റിയാദ് ഹോസ്പിറ്റലിൽ നിന്ന് അവരെ ഡിസ്ചാർജ് ചെയ്തു. ഉമ്മ പറഞ്ഞു, മോനെ ഉമ്മയെ വീട്ടിലേക്ക് ആക്കിത്ത. ഉമ്മ അവിടെ കഴിഞ്ഞു. അവസാനം പറഞ്ഞ വാക്കതാണ്, ആകാശഭൂമികളിലുള്ളതിന്റെ അധികാരം ആർക്കാണ് ചോദിക്കൂ നബിയെ. ആരുടേതാണ് ഭൂമി, ആരുടേതാണ്? ഫീസത്തുൽ മിസ്രിയ എന്ന നഫീസ ബിൻതുൽ ഹസൻ റളിയല്ലാഹു അൻഹ നോമ്പുകാരിയായി ലോകത്തോട് യാത്ര പറഞ്ഞത്. അവസാനം പറഞ്ഞത് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്, നോമ്പുകാരായും കഴിഞ്ഞു പോയവർ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ, വിശുദ്ധരായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോ പറഞ്ഞു, ഞാൻ ലൗലാ സലാസ്, 3 വിഷയങ്ങളില്ലായിരുന്നുവെങ്കിൽ എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. 3 കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് മരിക്കാൻ തോന്നുന്നില്ല. 3 വിഷയം. ഒന്ന്, നമ്മളൊക്കെയാണെങ്കിൽ എന്താ പറയാ, എൻ്റെ വീട് പണി തീർന്നോട്ടെ, അല്ലെങ്കിൽ കുട്ടികളെ കെട്ടിക്കണം, അല്ലെങ്കിൽ ബിസിനസ് ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ. 3 കാര്യം ഓർത്തിട്ട് മരിക്കാൻ തോന്നണില്ല. ആര് പറഞ്ഞു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ, മുത്തനബിയുടെ സ്വഹാബിയും, വാപ്പ സ്വഹാബിയാണ്, വാപ്പ ഖലീഫയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വാഹിബൈനിയാൻ, ഹബീബിന്റെ കൂടെ കിടക്കുന്ന മഹാനാണ് ഉമർ അൽ ഫാറൂഖ് തങ്ങൾ. അവരുടെ പ്രിയപ്പെട്ട മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, ലൗലാ സലാസ്,
3 കാര്യങ്ങൾ ഓർക്കുമ്പോൾ മരിക്കാൻ തോന്നുന്നില്ല. ഒന്ന്, ളമഉൽ ഹവാജിർ, നല്ല ചൂടുള്ള പകലിൽ അള്ളാഹുവിന്റെ സുന്നത്ത് നോമ്പെടുക്കാനുള്ള ഭാഗ്യം ഖബറിൽ പോയി കിടന്നാൽ കിട്ടില്ലല്ലോ. ദുനിയാവിലല്ലേ നോമ്പെടുക്കാൻ പറ്റൂ. മരിച്ചുപോയാൽ നോമ്പെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അതോർക്കുമ്പോ മരിക്കാൻ തോന്നുന്നില്ല. ളമഉൽ ഹവാജിർ, സാധാ നോമ്പ് എന്നല്ല, തണുപ്പ് കാലത്ത് നോമ്പെടുക്കാന്നല്ല. നമുക്കിപ്പോ ഇച്ചിരി മഴയാണ്, കുറച്ച് കഴിഞ്ഞാൽ 1-2 കൊല്ലം കഴിഞ്ഞാൽ നല്ല ചൂടിലേക്ക് നമുക്ക് റമദാൻ വരും. ളമഉൽ ഹവാജിർ, നല്ല ദാഹമുള്ള ദിവസം, നല്ല ചൂടുള്ള പകലിൽ നോമ്പെടുക്കാനുള്ള ഭാഗ്യം അത് നഷ്ടപ്പെടുമല്ലോ റബ്ബേ. മരിച്ചു കഴിഞ്ഞാൽ അത് ഓർക്കുമ്പോൾ മരിക്കാൻ തോന്നുന്നില്ല. സുബ്ഹാനല്ലാഹ്. ളമഉൽ ഹവാജിർ വമുഖാബദത്തുൽ ലൈൽ, രാത്രി അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന സൗഭാഗ്യം, രാത്രി അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാനുള്ള ഭാഗ്യം. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. പാതിരാത്രിയിൽ ഉറങ്ങാൻ സാധിക്കാതെ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ വുളു എടുത്തുകൊണ്ട് അംഗസ്നാനം വരുത്തി നിസ്കരിക്കുന്ന പാതിരാത്രിയിലെ എല്ലാവരും ഉറങ്ങുന്ന നേരത്തെ ആ നിസ്കാരം, അതൊന്നും മരിച്ചാ നടക്കൂലല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, വലം മുജാഹിദ് മഅൽ ഫിഅത്തി ത്വാഗിയ, വലം മുജാഹിദ്, മഹാനവറുകൾ പറഞ്ഞു, അക്രമിയായ ഒരു സൈന്യം വരുന്നുണ്ട്, അക്രമികളായ ആളുകൾ, അവരോട് പടപൊരുതാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ. യാനിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആ ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് പടപൊരുതാൻ കഴിയുന്നതിന്റെ മുമ്പ് മരിച്ചു പോകുന്നത് ആലോചിക്കുമ്പോ സങ്കടം തോന്നുന്നുണ്ടത്രേ. സുബ്ഹാനല്ലാഹ്. നോമ്പ് എടുക്കാൻ പറ്റൂലല്ലോ, റമദാൻ കിട്ടില്ലല്ലോ, റമദാൻ കഴിഞ്ഞുള്ള സുന്നത്ത് നോമ്പുകൾ ലഭിക്കില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ. അത് ഓർക്കുമ്പോൾ മരിക്കാനേ തോന്നണില്ല. അത്രയും ആളുകൾ ഇഷ്ടപ്പെട്ട, മുഅ്മിനീങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്താണ് നമ്മൾ ഈ പകലിൽ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അത് സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മിൽ ഖബൂൽ ചെയ്യട്ടെ. ഒന്ന് എഴുന്നേറ്റ് ഒരു സ്വലാത്ത് ചൊല്ലിയിരിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. കൈകൾ മുന്തിക്കേണ്ട, ഫ്രഷ് ആവാൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇരുന്നോളൂ. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇടയ്ക്കിങ്ങനെ എഴുന്നേറ്റൊന്ന് ഫ്രഷ് ആവാ, ചായയും വെള്ളമൊന്നും കുടിക്കാനല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ഇരിക്കണം. അൽഹംദുലില്ലാ. അപ്പോ അത്രയും മനോഹരമായൊരു ഇബാദത്ത് നമുക്ക് അനുഷ്ഠിക്കാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ്. എന്തിന്? നന്മയിൽ ഉറച്ചു നിൽക്കാൻ, അള്ളാഹുവിന് വേണ്ടി സമർപ്പണം ചെയ്യാൻ, ജീവിതം അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ. ജീവിക്കുന്നത് അള്ളാഹുവിനാണ്. എന്തുകൊണ്ട്? പച്ചവെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും, റമദാൻ അല്ലായിരുന്നെങ്കിൽ. ഇപ്പൊ കുടിക്കുന്നില്ല. അതിന്റെ അർത്ഥം ഹലാല് പോലും അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുന്നവരാണ്. ഹലാലായത് ഹിറാ ഗുഹയിലേക്ക്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന വിശുദ്ധമായ റമദാന്റെ 24 അന്നാണ് ഖുർആനിലെ ആദ്യത്തെ ആയത്തുകൾ നബി തങ്ങൾക്ക് ഇറങ്ങുന്നത്. അപ്പൊ 27 നമ്മൾ പറയില്ലേ ലൈലത്തുൽ ഖദറിൽ ഇറങ്ങിയത് ഭൂമിയിലേക്കല്ല. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദ് എന്ന സൃഷ്ടിയിൽ നിന്ന് 1-ാം ആകാശത്തെ ബൈത്തുൽ ഇസ്സ എന്ന ആണ്. മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് കിട്ടിയിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് ലഭിക്കുന്ന റമദാൻ 6-നോ 7-നോ ആണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇഞ്ചീൽ കൊടുക്കുന്നത് റമദാൻ 17. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സബൂർ കൊടുക്കുന്നതും വിശുദ്ധമായ റമദാനിൽ തന്നെ. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നത് റമദാൻ 24-ന്. ഇങ്ങനെ നോക്കിയാൽ അള്ളാഹുവിന്റെ കലാമുകൾ എല്ലാം അവതരിച്ചത് പരിശുദ്ധമായ ഈ മാസത്തിലാണ്. അതുകൊണ്ടാണ് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ
ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്ന പോലെയാണ് റമദാൻ എന്നാണ്. പുതിയ ജീവിതം. അതുകൊണ്ടല്ലേ രാത്രി നിസ്കരിച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടും, നോമ്പ് നോറ്റാൽ പാപങ്ങൾ പൊറുക്കപ്പെടും, ദാനധർമ്മം ചെയ്താൽ പാപങ്ങൾ പൊറുക്കപ്പെടും. എങ്ങനെ? ഉമ്മ പ്രസവിച്ച അന്നത്തെ പോലെ ഒരു കുഞ്ഞിന്റെ പരിശുദ്ധിയിലേക്ക് ഒരു മനുഷ്യൻ മാറുന്നു. എല്ലാം ഒരു ആരംഭിക്കുന്ന പോലെ. വിശുദ്ധമായ ഖുർആൻ റമദാനെ പറ്റി പറഞ്ഞത് ഒരു ആയത്താണ്. ഒരായത്തിലാണ് റമദാൻ എന്ന വാക്ക് അല്ലാഹു ഉപയോഗിച്ചത്. അത് സൂറത്തുൽ ബഖറയുടെ മധ്യം കഴിഞ്ഞതിന്റെ ശേഷം. അതും ഇസ്ലാമിന്റെ അർക്കാനുകൾ, നിസ്കാരവും ജിഹാദും മറ്റു കാര്യങ്ങളും പറയുന്നതിന്റെ ഇടയിൽ അല്ലാഹു തആല റമദാനെ സംബന്ധിച്ച് പറഞ്ഞു. അവിടെ തന്നെ ഖുർആൻ നിങ്ങൾക്ക് നൽകപ്പെട്ടു എന്ന് പറഞ്ഞ് ഹുദൻ ലിന്നാസ്, ഖുർആൻ ജനങ്ങൾക്ക് മാർഗദർശനമാണ്. എവിടെ പറയുന്നത്? ഖുർആനിന്റെ ഏറ്റവും ദീർഘമായ സൂറത്തിന്റെ മധ്യത്തിൽ. അവിടെ വെച്ച് പറയുമ്പോൾ ഖുർആൻ അറിയുന്ന സ്വഹാബികളല്ലേ, അവരോട് പിന്നെ ഖുർആൻ ഹുദയാണ്, സന്മാർഗമാണ്, മാർഗദർശനമാണ്, ഖുർആൻ വിജയമാണ് എന്നൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നിട്ട് പോലും അല്ലാഹു തആല ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്ന പോലെ, കാരണം നോമ്പിലൂടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഖുർആൻ അതിനെപ്പറ്റി ഇനിയും അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് ഇതാ ഒരു പുതുജീവൻ നൽകുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് എന്ന് ഖുർആനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആയത്ത് അവതരിക്കുന്നത്. വലിയൊരു അത്ഭുതമാണ്. ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്ന പോലെ, ഖുർആനിനെ ആദ്യമായി കാണുന്ന പോലെ. റമദാനിലെ ഖുർആൻ ഓതുമ്പോൾ അങ്ങനെയാണ്, ആദ്യമായി കാണുന്ന പോലെ. ആ മതിപ്പ് വിശുദ്ധമായ ഗ്രന്ഥത്തോട് നമുക്ക് വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.